ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന, അതായത് ജൂൺ മാസം 28-ാം തീയതിയാണെന്ന് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ശരിക്കും അറിയാമെങ്കിൽ ഒരുപാട് റിലീസുകൾ ഉണ്ടെന്ന് ഏതൊക്കെയാ നോക്കാം നമുക്ക്. ഒന്നാമത് ഒരു തമിഴ് ആക്ഷൻ മൂവിയാണ്. പഠിക്കാത്ത പക്കങ്ങൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓവർസീസ് OTT പ്ലാറ്റ്ഫോമായ ടെൻറ്റുകോട്ട വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എ ഫാമിലി അഫെയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ മാത്രമായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ വന്നിട്ടുള്ളത്. അടുത്ത വിജയ് രാഘവേന്ദ്ര പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് ഡബ്ഡ് മൂവിയാണ്. ജോഗ് 101 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഇന്ന് ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സന്താനം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഇങ്ക നാന്താൻ കിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സ്പാനിഷ് മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സമ്മറിൻ റെഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വിജയ് ദേവരകൊണ്ട പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേഷമാണ് ദ ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ. ജിയോ സിനിമ വഴി ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ മലയാള സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഹിന്ദി മൂവിയാണ്. ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ശർമാജിക്ക് ബേട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു കോമഡി മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു തെലുങ്ക് ആക്ഷൻ മൂവിയാണ്. ബജേ വായു വേഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ മാത്രമേ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ വാർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സിവിൽ വാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. പകലരിയ എന്ന് പറഞ്ഞ സിനിമ. വെട്രി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഒരു ത്രില്ലർ മൂവിയാണ്. തമിഴ് ഭാഷയിൽ ഈ സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഒരു തമിഴ് സിനിമ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഉണർവുകൾ തുടർക്കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് സിനിമ തന്നെയാണ്. റൊമാൻറ്റിക് മൂവിയാണ്. ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. സ്വിച്ച് കേസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴിയാണ് ഈ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന കന്നഡ മൂവി ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ക്രൈം ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. റോട്ടുക്ക റാസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നവാസുദ്ദീൻ സിദ്ദിഖി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയാണ്. C5 ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്, ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട്. അടുത്ത കാജൽ അഗർവാൾ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സത്യഭാമ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് മലയാളത്തിലുള്ളൊരു സിനിമയാണ്. ഹിഗ്ഗിറ്റ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സുരാജ്, ധ്യാൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയാണ്. ഈ സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സീരീസുകളാണ് ഇന്ന് സിനിമകൾ ഇനി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തതായിട്ടുള്ളത്. 16ഓളം റിലീസുകളാണ് ഇന്ന് 16ഓളം സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഗരുഡൻ എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നെങ്കിലും അത് ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ലായിരുന്നു. എന്തായാലും ജൂലൈ മാസം ഫസ്റ്റ് വീക്ക് ഈ സിനിമയുടെ ആമസോൺ പ്രൈമിൽ ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടായിരിക്കും ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.